കേരള PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരള ചരിത്രത്തിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം. തിരുവിതാംകൂറിന്റെ ചരിത്രം ഓർക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളിൽ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ വേലുത്തമ്പി ദളവയുടെ കലാപം PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ, അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. അടിമക്കച്ചവടം നിർത്തലാക്കിയതാര്, അതുപോലെ തന്നെ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരികൾ. ഇങ്ങനെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചും അതിനെ തുടർന്ന് അവിടെ നടന്ന കലാപങ്ങളെക്കുറിച്ചും അവരുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് PSC പരീക്ഷയ്ക്ക് വന്ന മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു സീരീസാണിത്, ഒരു വീഡിയോ ക്ലാസ് ആണിത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MD. വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ വീഡിയോ ക്ലാസ്സുകൾ കിട്ടും. അതുകൂടാതെ നമ്മുടെ ചില ചലഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു 15 days ചലഞ്ച് ഒരു 10 ദിവസത്തിനകം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ നോട്ട് ഇത് നിങ്ങൾക്ക് കാണാപ്പാടമാകുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ ആപ്പൊക്കെ വെച്ചുകൊണ്ട്. അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ PSC ഹബ്ബും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും നിങ്ങൾക്ക് നൽകും. അതുകൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ അതിലൊക്കെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് റിസോഴ്സുകളിലേക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് കിട്ടും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. ആ അനിഴം എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷതകൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ കണ്ണും ചെമ്പി എഴുതിക്കോളൂ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. ആധുനിക അശോകൻ, അതുകൊണ്ട് തന്നെ അശോകൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ആധുനിക അശോകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ആരെന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്. തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, കേരള ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ആ കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1741 കുളച്ചൽ യുദ്ധം. അതോടുകൂടി ഡച്ചുകാർക്ക് കേരളത്തിലുള്ള സ്വാധീനം അവസാനിക്കും. പതിവ് കണക്ക് ബജറ്റ് അവതരിപ്പിച്ചു. ഒട്ടനവധി ഭരണപരിഷ്കാരങ്ങൾ റവന്യൂ രംഗത്ത് ഒക്കെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് പതിവ് കണക്ക് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ കണക്കാണല്ലോ. പതിവ് കണക്ക് അവതരിപ്പിച്ചു. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. 1750 ജനുവരി 3-നാണ്. മാർത്താണ്ഡവർമ്മയെ ഓർക്കുമ്പോൾ കുളച്ചൽ യുദ്ധം ഓർക്കുക. 1741 1750 ഒരു സിവിൽ വാർ, നാട്ടിൽ ചില കലാപങ്ങളൊക്കെ ഉണ്ടായപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട കൊട്ടാരമാണ് അനന്തപത്മനാഭൻ. തിരുവിതാംകൂർ രാജാക്കന്മാർ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. അപ്പൊ ഞാനല്ല യഥാർത്ഥത്തിൽ ഭരണാധികാരി എന്നും അനന്തപത്മനാഭൻ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഭരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ആ നടത്തിയ പദ്ധതിയാണ് തൃപ്പടിദാനം. ആ തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം തുടങ്ങിയ ആചാരങ്ങൾ ആരംഭിച്ച ഭരണാധികാരിയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. ആധുനിക അശോകനാണ്. ഒരു വൈദേശിക ശക്തിയെ ആദ്യമായി യുദ്ധത്തിൽ തോൽപ്പിച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് മാർത്താണ്ഡവർമ്മ. 1741 കുളച്ചൽ യുദ്ധത്തിൽ തൃപ്പടിദാനം 1750 നടത്തിയ രാജാവ്. പതിവ് കണക്ക് ബജറ്റ് അവതരിപ്പിച്ച രാജാവ്. മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം തുടങ്ങിയ ആചാരങ്ങൾ ആരംഭിച്ച രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലും
അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ കണ്ടു, പതിവ് കണക്ക് ബജറ്റ് അവതരിപ്പിച്ച രാജാവ്, കൊണ്ടുവന്ന രാജാവ്. അദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കടന്ന് മരിച്ച ഒരാളാണ് വീരകേരളവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ 1736. തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി മുളകുമടിശീല കാര്യക്കാർ എന്നറിയപ്പെട്ടു. മുളകുമടിശീല കാര്യക്കാർ. ബജറ്റിന് എന്താ പറഞ്ഞിരുന്നത്? ഓർമ്മണ്ടോ? പതിവ് കണക്ക്. റവന്യൂ മന്ത്രി, അദ്ദേഹത്തിന്റെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു. അദ്ദേഹത്തിന്റെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു. വ്യാപാര മന്ത്രി മുളകുമടിശീല കാര്യക്കാർ എന്നറിയപ്പെട്ടു. പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്തുകൊണ്ട് ഓർമ്മിച്ചു വയ്ക്കുന്നു? അദ്ദേഹം ഭരണഘടകങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം എന്തുണ്ടാക്കി? നമ്മുടെ ഭൂമിയെ പല തട്ടായി വേർതിരിച്ചു. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക. അപ്പൊ പള്ളിയാടി മല്ലൻ ശങ്കരൻ ആരുടെ കാലഘട്ടത്തിൽ ഓർത്തു വെക്കേണ്ട ആളാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ഓർത്തു വെക്കേണ്ട ആളാണ്. റവന്യൂ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഭൂമിയെ എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചു. ഭരണഘടകങ്ങൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വില്ലേജുകൾ ചേർന്ന താലൂക്കാവും. കുറെ താലൂക്കുകൾ ചേർന്നതാണ് ഒരു ജില്ല. പല ജില്ലകൾ ചേർന്നതാണ് ഒരു സംസ്ഥാനം. പല സംസ്ഥാനങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ. മറ്റൊരു തരത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ കുറെ പഞ്ചായത്തുകൾ ചേർന്ന്, അതൊരു ബ്ലോക്ക് വികസനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ്. പല ബ്ലോക്ക് പഞ്ചായത്തുകളും ചേർന്ന ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഈ ജില്ലാ പഞ്ചായത്തുകൾ, ഇങ്ങനെ ത്രിതല ഭരണ സംവിധാനം നമുക്ക് വേറെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഭരണഘടകം, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണഘടകം, ഒരു കൂട്ടം ഗ്രാമം, നിങ്ങളുടെ നാട്ടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളില്ലേ, അങ്ങനെ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. വാക്കോർത്ത് വയ്ക്കുക, മണ്ഡപത്തും വാതുക്കൽ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായി തിരിച്ചിരുന്നു. ഇപ്പൊ ഗ്രാമങ്ങൾ ചേർന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. അങ്ങനെ 20 മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തുണ്ടായിരുന്നു. ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് പ്രവർത്തിക്കാർ ആയിരുന്നു. ഒരു ഗ്രാമത്തിന്റെ തലവൻ, ആ ഗ്രാമങ്ങളുടെ തലവനെ പ്രവർത്തിക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഓർക്കുക, ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത്. ആ ബജറ്റിന് പതിവ് കണക്ക് എന്നാണ് പേര്. റവന്യൂ മന്ത്രിയുണ്ട് അല്ലേ അദ്ദേഹത്തിന്റെ, അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുണ്ട്. മറ്റേതാരാ? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പേരുണ്ട് അല്ലേ? ആ പേര് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യാപാര മന്ത്രി മുളകുമടിശീല കാര്യക്കാർ എന്നറിയപ്പെട്ടു. മടിശീലയിലാണല്ലോ ഒന്ന് പണം വെക്കുക. വ്യാപാര മന്ത്രി. റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. അദ്ദേഹം വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി വേർതിരിച്ചു. ആ വാക്കൊന്നോർത്തു വയ്ക്കുക. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. അങ്ങനത്തെ 20 മണ്ഡപത്തും വാതുക്കൽ ഉണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. ഏറ്റവും താഴെ തട്ടിൽ ഗ്രാമങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് പ്രവർത്തിക്കാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തുള്ള ചില ചരിത്ര രേഖകൾ മതിലകം രേഖകൾ എന്ന് അറിയപ്പെടുന്നു. മതിലകം രേഖകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മാത്രമല്ല, യഥാർത്ഥത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകൻ രേഖകൾ. പത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപത്മനാഭന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടതാണ്, നമ്മൾ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭവും മുറജപവും തുടങ്ങിയ ആചാരങ്ങളൊക്കെ കൊണ്ടുവരുന്നതും മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ കാലത്ത്, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ആദ്യമായി ഒരു ഇന്ത്യൻ നാട്ടുരാജാവ് ഒരു വൈദേശിക ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ്. പ്രധാന സംഭവമാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം. 1741 ആഗസ്റ്റ് 10-നാണ്. 1741 ആഗസ്റ്റ് 10. ഡച്ചുകാരുടെ ആയുധ ബലത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പാണ്. ഇതിൽ
ബ്രിട്ടീഷുകാരുടെ സഹായം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മാർത്താണ്ഡവർമ്മയ്ക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1795 തിരുവിതാംകൂർ ബ്രിട്ടനുമായി സഖ്യത്തിലേർപ്പെടുന്നുണ്ട്. 1805 ആകുമ്പോഴേക്കും തിരുവിതാംകൂർ സൈനിക സഖ്യത്തിലേർപ്പെടുന്നുണ്ട് അല്ലേ? അതോടുകൂടി കേരളത്തിന്റെ ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാവുകയാണ്. ഓർത്തു നോക്കുക, ആ കാലഘട്ടം 1791 കൊച്ചി രാജ്യം അത് ആരുടെ സാമന്ത രാജ്യമായിട്ട് മാറുകയാണ്? ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായി മാറുകയാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, ആ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ് ടിപ്പുവിൽ നിന്ന്. പിന്നെ തിരുവിതാംകൂറാണ് ഉണ്ടാകുന്നത് 1795. പക്ഷെ അതിനൊക്കെ മുന്നേ തുടക്കം 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ സഹായം ലഭിക്കുന്നുണ്ട്. ആ കുളച്ചൽ യുദ്ധത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ഡിലനോയ്. മാർത്താണ്ഡവർമ്മയുമായി യുദ്ധം ചെയ്ത ഡച്ച് സൈന്യത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഡിലനോയ്, ഡച്ച് സൈന്യാധിപനായിരുന്നു. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ വലിയ കപ്പിത്താൻ വലിയ സൈന്യാധിപനായി മാറുന്നുണ്ട്. തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായി മാറി അദ്ദേഹം വലിയ കപ്പിത്താൻ എന്ന പേര് സ്വീകരിക്കുന്നു. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മ ഭരണപരിഷ്കാരങ്ങൾ, മാർത്താണ്ഡവർമ്മയുടെ പ്രാധാന്യം, ആധുനിക തിരുവിതാംകൂറിന്റെ അശോകനാണ്, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധം, ഇതൊക്കെ അദ്ദേഹവുമായി ഓർത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തെരഞ്ഞെടുത്തെഴുതുക. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. നമുക്കറിയാം, തൃപ്പടിദാനം തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അത് ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതും ശരിയാണ്. 1741 ആഗസ്റ്റ് 10. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു. തെറ്റാണ്. റവന്യൂ യൂണിറ്റുകളായി മാറുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. 20 ഗ്രാമങ്ങൾ, അങ്ങനെ 20 മണ്ഡപത്തും ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തെറ്റാണ്. കോവിലത്തും വാതുക്കലല്ല, മണ്ഡപത്തും വാതുക്കലാണ്. ഓരോ വാക്കുകളും ഓർത്തു വെക്കുക. ഇത് നമ്മൾ ചിലപ്പോൾ ശരിയെന്ന് എഴുതും, വാതുക്കൽ എന്ന് കണ്ടിട്ട്. തിരുവിതാംകൂറിന്റെ സമ്പൽ വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ശരിയാണ്. അപ്പൊ അതിൽ 3 തെറ്റ്. സോ ബന്ധമില്ലാത്തത് തെരഞ്ഞെടുത്തെഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മാത്രമാണ്. ഇവിടെ 3 മാത്രമാണ്. ഇനി ഇത് ഇന്റലിജന്റ് ഗസ്സിലൂടെ നടപ്പിലാക്കാൻ പറ്റുമോ? ഇപ്പോൾ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ പെട്ടെന്ന് കിട്ടും. ഇപ്പൊ തൃപ്പടിദാനം നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ തെറ്റിൽ ഒരിക്കലും ഒന്നും വരാൻ പാടില്ല. ഇത് പോയി, ഇത് പോയി, ഇത് പോയി. തന്നെത്താൻ 3 എത്തിയോ? ഇങ്ങനെ നിങ്ങൾക്ക് ഒമിഷനിലൂടെയും ഉത്തരത്തിലേക്ക് എത്താം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിലാണ്? അവിടെ നമുക്കറിയാം, പാട്ടം, വെറും പാട്ടം, ദാനം, ദേവസ്വം അല്ല, ബ്രഹ്മസ്വം, ദേവസ്വം, ദ്വാനം, പണ്ടാരവക എന്നുള്ള നിരയിലാണ്. ആ റവന്യൂ മന്ത്രിയുടെ പേരോർമ്മയുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയതാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. ഇപ്പൊ മാർത്താണ്ഡവർമ്മ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാലോ. ഇനി മാർത്താണ്ഡവർമ്മയെ പോലെ തന്നെ കൊച്ചിയിൽ അതിശക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടി നമുക്ക് ഇവിടെ നിന്ന് പരാമർശിച്ചു പോകാം. ശക്തൻ തമ്പുരാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കൊച്ചി രാജ്യത്ത്, തിരുവിതാംകൂറിലല്ല. ശക്തൻ തമ്പുരാൻ കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ്. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് രാജാ രവിവർമ്മ 9 എന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അത് കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മയാണ്. അത്ര ശക്തനായ രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണകാലം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന്റെ യുഗമായിരുന്നു. ആധുനിക തിരുവിതാംകൂറിനെ മാർത്താണ്ഡവർമ്മ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണപരിഷ്കാരങ്ങളിലൂടെ, ശക്തമായ സൈന്യത്തിലൂടെ ഒക്കെയാണ്. കൊച്ചിയിൽ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിക്കുകയും ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു. ഓർത്തുവെക്കുക, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും.
ഈ രാജാക്കന്മാരിൽ തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മയോട് ഓർക്കുക, ഹിരണ്യഗർഭം, മുറജം തുടങ്ങിയവ മാർത്താണ്ഡവർമ്മയോട് ഓർത്തു വയ്ക്കുക. എന്നാൽ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു എന്നുള്ള കാര്യത്തിൽ PSCക്ക് വരുന്ന ചോദ്യത്തിൽ നിങ്ങൾ അത് ശക്തൻ തമ്പുരാൻ ഓക്കെ അദ്ദേഹവുമായിട്ട് ഓർമ്മ വയ്ക്കുക. തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പണ്ടകശാലകൾ ആരംഭിച്ചു. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകി. അദ്ദേഹത്തിന് ശക്തമായൊരു ഭൂനയം ഉണ്ടായിരുന്നു. ബ്രഹ്മസ്വം, ദേവസ്വം എന്നൊക്കെ പറഞ്ഞ് റവന്യൂ യൂണിറ്റുകളായിട്ട് തിരിക്കുന്ന, പിന്നെ ഭൂമിയെ തരംതിരിക്കുന്നുണ്ടല്ലോ. റവന്യൂ യൂണിറ്റുകൾ മണ്ഡപത്തും വാതുക്കലാണ്. ഇദ്ദേഹത്തിന് ഒരു ഭൂനയം ഉണ്ടായി. പ്രഭുക്കന്മാർക്കെതിരെ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചതിന് സമാനമായ നയങ്ങൾ കൊച്ചിയിൽ നടപ്പിലാക്കി. കൊച്ചിയിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയതുപോലെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കി. സമ്പന്നരായ പ്രഭുക്കളുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ. രാജ്യത്തെ പല റവന്യൂ ഘടകങ്ങളായി വിഭജിച്ചു. ഇവ കോവിലത്തും വാതുക്കൽ എന്നറിയപ്പെട്ടു. മണ്ഡപത്തും വാതുക്കൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കോവിലത്തും വാതുക്കൽ കൊച്ചി രാജ്യവുമായി ബന്ധപ്പെട്ട് കൊച്ചി, കോവിലത്തും വാതുക്കൽ ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരമൊക്കെ ആരംഭിച്ച ശക്തൻ തമ്പുരാൻ തന്നെ. അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാർ എന്ന ഉദ്യോഗസ്ഥരുടെ കീഴങ്ങൾ ആയിരുന്ന ഗ്രാമങ്ങളിലായിരുന്നു. അത് തിരുവിതാംകൂറിലും പ്രവർത്തിക്കാർ തന്നെയാണ്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലത്തും വാതുക്കൽ ശരിയാണല്ലോ. മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മ. തൃശ്ശൂർ പൂരം ശരിയാണല്ലോ. തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത് ശക്തൻ തമ്പുരാൻ കാലഘട്ടത്തിലാണ്. കുളച്ചൽ യുദ്ധം നടന്നു, തെറ്റാണ്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതാണ്. 1741 ആഗസ്റ്റ് 10-നാണ് കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ക്ഷേത്രങ്ങൾ പുതുക്കിപ്പണിതു ശക്തൻ തമ്പുരാനുമായി ചോർത്തു വയ്ക്കുക. കൂടൽ മാണിക്യ ക്ഷേത്രം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ഒരിക്കലും 3 വരാൻ പാടില്ല. അപ്പൊ 3 ഇവിടെ ഉണ്ട്, അപ്പൊ അത് വരാൻ പാടില്ല. ഇവിടെയും 3 ഉണ്ട്, അത് വരാൻ പാടില്ല. നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. 2 എണ്ണത്തിലേക്ക് ചുരുങ്ങി, എയിലേക്കും ഡിയിലേക്കും ചുരുങ്ങി. അപ്പോ 1 കോവിലത്തും വാതുക്കൽ ആരംഭിച്ചു. 2 നിർബന്ധമാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചതും ആര് തന്നെയാണ്? ശക്തൻ തമ്പുരാനെയാണ്. അവിടെ മുഴുവൻ അറിയില്ല. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതത് ആരാണെന്ന് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇപ്പോ എൻ്റെ അഭിപ്രായത്തിൽ പഠിച്ചു പോകുന്നവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കുറേയൊക്കെ ഉത്തരം കിട്ടാൻ പറ്റാവുന്ന ഒന്നുകൂടിയാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ. അടുത്തത് നമുക്ക് പോകാം. വേലുത്തമ്പി ദളവ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരുവിതാംകൂറിൽ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ വേലുത്തമ്പി ദളവയുടേത്. ആരുടെ ദിവാനായിരുന്നു? പ്രധാനപ്പെട്ട മന്ത്രി എന്ന് പറയാം. ദിവാൻ എന്ന് പറഞ്ഞാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ എന്തായിരുന്നു? ദിവാനായിരുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വരുന്നത്. 1765 മുതൽ 1809 വരെയാണ് വേലുത്തമ്പി ദളവയുടെ കാലം. അദ്ദേഹം ആരുടെ കാലത്തെ ആയിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. മറ്റൊരു ശ്രീമൂലം തിരുനാളിനെ നിങ്ങൾ മറന്നു പോകണ്ട. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം. അവിട്ടം തിരുനാളാണ്. യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലുത്തമ്പി ദളവയുടെ മുഴുവൻ പേര് വേലായുധൻ, അതാണ് വേലുത്തമ്പി ചെമ്പകരാമൻ തമ്പി. അദ്ദേഹം ദിവാനാവുന്നത് 1802-ലാണ്. ഇമ്പോർട്ടന്റ് ആണ്. 1741-ലെ കുളച്ചൽ യുദ്ധം പോലെ പലതവണ PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ദിവാനായ വർഷം 1802-ആണ്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് വരുന്നുണ്ട്, കുണ്ടറ വിളംബരം. അപ്പൊ പറയാം. ഹജൂർ കച്ചേരി. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. കൊല്ലത്ത് അദ്ദേഹം ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചതിനെതിരെ നടന്ന ലഹള ഇദ്ദേഹത്തിന്റെ കാലത്താണ്. നായർ ബ്രിഗേഡിയൻ, നായർ പട്ടാളക്കാരുടെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനത്തിന്റെ ഭാഗമായി നടന്ന ലഹള ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഓർക്കണം, ഇദ്ദേഹത്തിന്റെ കാലം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് വേലുത്തമ്പി ദളവ എന്താകുന്നത്? ദിവാനാകുന്നത്. കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായി ആശയവിനിമയം നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിരുന്നു പാലിയത്തച്ഛൻ. അവരൊക്കെ ബന്ധപ്പെട്ട ആളായിരുന്നു.
അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഒരു വിളംബരമാണ് കൊണ്ടറ വിളംബരം. പലതവണ ചോദിക്കാറുണ്ട്. 1809 ജനുവരി 11. തിരുവിതാംകൂറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കൊല്ലങ്ങൾ ഓർമ്മയിക്കണം. പക്ഷെ ഒരിക്കൽ മറന്നു പോകാത്ത, പലതവണ ആവർത്തിച്ച 2 കൊല്ലങ്ങളാണ്. 1809 കുണ്ടറ വിളംബരം, 1741 കുളച്ചൽ യുദ്ധം. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1809 ജനുവരി 1 കൊല്ലവർഷം 984 മകരം 1. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ബ്രിട്ടീഷ് നയങ്ങൾക്കുമെതിരായിരുന്നു പ്രധാന ഊന്നൽ. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് അദ്ദേഹം ഈ വിളംബരം നടത്തുന്നത്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധി. കേണൽ മെക്കാളെയാണ് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ്. കുണ്ടറ വിളംബരത്തിന് ശേഷം നടന്ന പ്രധാന യുദ്ധമാണ് കൊല്ലം യുദ്ധം. 1809 ജനുവരി 15 വേലുത്തമ്പി ദളവ അവിടെ വെച്ച് വധിക്കപ്പെടുന്നുണ്ട്. നാട്ടുകൂട്ടം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വേലുത്തമ്പി ദളവയാണ്. മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഇന്ത്യയിലെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ കുറിച്ചും കിട്ടൂർ ചിന്നമ്മയെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഴശ്ശിരാജയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, പഴശ്ശിരാജയല്ല, നാട്ടുകൂട്ടം ഇളക്കം വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന നമുക്കറിയാം. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. തീർച്ചയായിട്ടും ഒന്നു വരാൻ പാടില്ല, ചേരാത്ത പ്രസ്താവനയാണ്. ഇവിടെ പോയി അല്ലെ, ഒന്നു വരാൻ പറ്റില്ല. മാത്യു തരകനെ സംരക്ഷിച്ചു. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. സൈഫുദ്ദീൻ കിച്ചുലു, മറ്റൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്കറിയാം സൈഫുദ്ദീൻ കിച്ചുലു ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 4 വരാൻ പാടില്ല, 1ഉം 4ഉം വരാൻ പാടില്ല. 4 ഇവിടെ പോയി. ഇനി പ്രശ്നം വരിക ഇവിടെയാണ്. ചില പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ മൊത്തം അറിഞ്ഞിരിക്കണം. 2ഉം 3ഉം 3 മാത്രം. അപ്പൊ ഇവിടെ ഇനി നമുക്ക് അറിയേണ്ടത് 2 ശരിയാണോ എന്നുള്ളതാണ്. അവിടെ ഞാൻ പറയുന്നുണ്ട് മാത്യു തരകനെ സംരക്ഷിക്കുകയല്ല, മാത്യു തരകനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു എന്നുള്ളതും തെറ്റാണ്. വേലുത്തമ്പിയുമായി മാത്യു തരകനെ സംരക്ഷിച്ചു, മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. സൈഫുദ്ദീൻ കിച്ചുലു എന്നതും ചേരാത്ത ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചേരാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ കിച്ചുലുവുമായി ബന്ധമില്ല. മാത്യു തരകനെ സംരക്ഷിച്ചു, മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. നിങ്ങൾ ഇതാവേണ്ട, ഇത് രണ്ടുമാണ് ചേരാത്ത പ്രസ്താവന, അല്ല ചേരുന്ന പ്രസ്താവന. തെറ്റായി പോകുന്നത് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, ശരിയാണ്. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു, ഇത് രണ്ടും ശരിയാണ്. മാത്യു തരകനെ സംരക്ഷിച്ചിട്ടില്ല. ഓക്കെ. സൈഫുദ്ദീൻ കിച്ചുലുവുമായി ബന്ധപ്പെട്ടതുമല്ല. 2ഉം 4ഉമാണ്. അപ്പൊ ഇവിടെ സൈഫുദ്ദീൻ കിച്ചുലു എന്ന് വന്നാൽ മാത്രം നിങ്ങൾക്ക് ഉത്തരം എഴുതാം. സൈഫുദ്ദീൻ കിച്ചുലു ആരുമായി ബന്ധപ്പെട്ടതല്ല, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ തന്നെ നമുക്ക് ഉത്തരം എഴുതാം ഇവിടെ 2ഉം 4ഉം എന്ന്. മാത്യു തരകനെ സംരക്ഷിച്ചു എന്ന് പറയുന്നതും തെറ്റാണ്. മാത്യു തരകനിൽ നിന്ന് നികുതി പിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് റെസിഡന്റ് ആയിട്ടുള്ള മെക്കാളെ തടുത്തപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ല വേലുത്തമ്പിയുടെ കലാപം എന്ന് പറയുന്നത്. അത് തിരുവിതാംകൂർ എന്നുള്ള നാട്ടുരാജ്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് വേലുത്തമ്പി കലാപമാണ്. ബാക്കി 3 കലാപങ്ങളും എന്തുമായി ബന്ധപ്പെട്ടതാണ്? സത്യാഗ്രഹങ്ങളും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ, അവിടുത്തെ റെസിഡന്റ് അന്ന് മെക്കാളയാണ്. പക്ഷേ കേണൽ ലീഗറാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. കേണൽ ലീഗർ, ഓർത്തിരിക്കണം. കുണ്ടറ വിളംബരം പലതവണ ചോദിച്ചതാണ്. 1809. അപ്പൊ വേലുത്തമ്പി ദളവയുമായി ഓർക്കുക. കുണ്ടറ വിളംബരം 1809. അന്നത്തെ റെസിഡന്റ് മെക്കാളെ പരാജയപ്പെടുത്തിയത് ലീഗർ. ഓക്കെ. മാത്യു തരകനിൽ നിന്ന് നികുതി പിരിക്കാൻ ശ്രമിച്ചു, അതിന് ഇളവ് ബ്രിട്ടീഷ് റെസിഡന്റ് കൊടുക്കുന്നു. അതിനെ തുടർന്ന് കുണ്ടറ വിളംബരം വരുന്നു. ഓക്കെ, ഇതൊക്കെ ഓർക്കുക. മറ്റത് ഇനിയും ഞാൻ മുഴുവൻ കവർ ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ തന്നെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും കവർ ചെയ്തു തരും. മറ്റൊന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്.
തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. ആദ്യ റീജന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജാവിന് വേണ്ടി ഭരണം നിർവഹിക്കുക. അവര് ഒരു ആൺതലമുറ അല്ല. അപ്പൊ അവിടെ ഒരാണ് വരുന്നത് വരെ ആ ഭരണം നിർവഹിക്കുക എന്നുള്ളതാണ് റീജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ റീജന്റ് ആണ്, ആദ്യ വനിതാ ഭരണാധികാരിയായി ആണ്. ഓക്കെ, സ്വാതി തിരുനാളിന് വേണ്ടിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി റീജന്റായി ഭരിച്ചത്. കുറഞ്ഞ ഭരണകാലമാണ്. തിരുവിതാംകൂർ ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി. അടിമക്കച്ചവടം നിർത്തലാക്കി 1812. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവരുമായി ബന്ധപ്പെട്ട PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. 1812 അടിമക്കച്ചവടം നിർത്തലാക്കി. ഇത് അടിമത്തം പൂർണ്ണമായും നിർത്തലാക്കുന്നതിനുള്ള സുപ്രധാനമായ ഉത്തരവാണ്. ജില്ലാ കോടതികൾ നിർമ്മിച്ചിട്ടുണ്ട്, അപ്പീൽ കോടതികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ കച്ചേരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഗൗരി പാർവതിബായിയുടെ കാലത്തും ഹസൂർ കോടതികൾ, ജില്ലാ കോടതികൾ സ്ഥാപിക്കുന്നു. ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പോലുള്ളത്. നേരത്തെ ഹസൂർ എന്ന് പറഞ്ഞു, അത് ആരുടെ കാലത്താന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിനുള്ള ഭരണരീതിക്ക് തുടക്കമിട്ടു. ഭൂവുടമകൾക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചു. ഭരണപരിഷ്കാരങ്ങൾ, ഭൂവുടമകൾക്ക് പട്ടയം, അടിമക്കച്ചവടം നിർത്തലാക്കുന്നു, സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണ രീതിക്ക് തുടക്കമിടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആദ്യത്തെ റീജന്റ്, ആദ്യത്തെ വനിതാ ഭരണാധികാരി, സ്വാതി തിരുനാളിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ കാലം തിരുവിതാംകൂർ ഭരിച്ച ആള്. ഇതൊക്കെ ഗൗരി പാർവതിബായിക്കുള്ളതാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ എന്താ പറയാ, റാണി ഗൗരി ലക്ഷ്മിബായി, പാർവതിബായി വരുന്നേലൂട്ടാ, റാണി ഗൗരി ലക്ഷ്മിബായിക്കുള്ളതാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ ആരംഭിക്കുന്നുണ്ട്. തിരുവിതാംകൂറിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി ചികിത്സാ രീതിക്ക് പ്രോത്സാഹനം നൽകി. ഇതൊക്കെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ പ്രത്യേകതകളാണ്. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാളാണ്. ദീർഘമായ ഭരണകാലം, തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരിയാണ് ധർമ്മരാജ കാർത്തിക തിരുനാൾ. ഏറ്റവും കുറഞ്ഞ കാലം റാണി ഗൗരി ലക്ഷ്മിബായിയാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയ 1812. 1809 മറക്കണ്ട, കുണ്ടറ വിളംബരം. 1741 മറക്കണ്ട, കുളച്ചൽ യുദ്ധം. റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ശേഷം വീണ്ടും റീജന്റായി ഭരണം നടത്തിയ ഉത്രാടം തിരുനാൾ റാണി ഗൗരി പാർവതിബായി. ഇവരുടെ കാലത്താണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. അപ്പൊ അടിമക്കച്ചവടം നിർത്തലാക്കിയത്, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് രണ്ടും രണ്ട് സ്ത്രീകളാണ്, രണ്ടും റീജന്റുമാരാണ്. ആദ്യം വന്നത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. അടിമക്കച്ചവടം നിർത്തലാക്കുന്നു 1812. എന്നാൽ തുടർന്ന് വരുന്ന ഉത്രാടം തിരുനാൾ റാണി ഗൗരി പാർവതിബായി അവർ എന്താണ് ചെയ്യുന്നത്? അവർ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. രണ്ടും മാറിപ്പോകണ്ട. അപ്പൊ തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഈ 1812ഉം 1817ഉം ഓർത്തിരിക്കുക. ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. 1812 കറക്റ്റ് അല്ല, 1812 12 കറക്റ്റ് ആണ്. 12ലാണ് അടിമക്കച്ചവടം നിർത്തലാക്കുന്നത് ഗൗരി ലക്ഷ്മിബായി. 5 വർഷമാണ് അവരുടെ ഭരണം. 1817 പുതിയ റീജന്റ് വരുന്നുണ്ട്. അത് റാണി പാർവതിബായിയാണ്. ഗൗരി പാർവതിയാണ്. ഓക്കെ, ആ പാർവതിബായിയാണ് സൗജന്യമാക്കിക്കൊണ്ട്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. തിരുവിതാംകൂറിൽ 12-17. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായി. അടിമക്കച്ചവടം നടത്തലാക്കിയത് ലക്ഷ്മിബായി. ഓർക്കുക, റാണി ഗൗരി പാർവതിബായി അവരെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് നോക്കാം. ആദ്യ മുഴുവൻ സമയ റീജന്റ് ആണ്. ആദ്യ റീജന്റ് ആരാണ്? ലക്ഷ്മിബായിയാണ്. മുഴുവൻ സമയ റീജന്റ് പാർവതിബായിയാണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമ. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. പാർവതി പുത്തനാർ
വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ എന്ന ജലപാത പണി കഴിപ്പിച്ചു. അപ്പൊ പാർവതി പുത്തനാർ ആരാണ് പണി കഴിപ്പിച്ചത് എന്നുള്ളതിൽ തന്നെ ഉണ്ട് പാർവതി. പാർവതി പുത്തനാർ എന്ന് പറയുന്നത് ജലപാതയാണ്. ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ്? വേളിക്കായൽ, കഠിനംകുളം കായൽ. അടിയറപ്പണം നിർത്തലാക്കി. സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതിന് ഈടാക്കിയിരുന്ന അടിയറപ്പണം നിർത്തലാക്കി. പെൺപള്ളിക്കൂടങ്ങൾ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസം സൗജന്യമാക്കുക മാത്രമല്ല ചെയ്തത് 1817. തുടർന്ന് ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം. CMS പ്രസ് വരുന്നത് ഇവരുടെ കാലത്താണ്. 1821 CMS പ്രസ് ആരംഭിക്കുന്നത്. ചർച്ച് മിഷൻ സൊസൈറ്റി. നമ്മൾ നേരത്തെ മിഷൻ സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ചർച്ച് മിഷൻ സൊസൈറ്റി. ആ ചർച്ച് മിഷൻ സൊസൈറ്റി 1821 കോട്ടയത്ത് CMS പ്രസ് ആരംഭിക്കുന്നുണ്ട്. LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തനം നടത്തിയ മറ്റൊരു മിഷണറി സംഘമാണ്. നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചതും റാണി ഗൗരി പാർവതി ഭായിയുടെ കാലത്താണ്. മറ്റൊരു രാജാവിനെ നമ്മൾ ഓർക്കേണ്ടത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിനെ ഓർക്കുമ്പോൾ നിങ്ങൾ ലിപി പരിഷ്കരണമാണ് ഓർക്കേണ്ടത്. ആധുനിക മലയാള ലിപി പരിഷ്കരണങ്ങൾക്ക് തുടക്കമിട്ടയാൾ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. തിരുവിതാംകൂറിൽ സർക്കാർ തലത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. പാർവതിബായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. സ്വാതി തിരുനാളാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് സർക്കാർ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് രാജാസ് ഫ്രീ സ്കൂൾ എന്നറിയപ്പെട്ടത്. പിന്നീട് ഈ സ്കൂളിനെ കോളേജിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതാണെന്ന് മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സർക്കാർ ഇംഗ്ലീഷ് സ്കൂളാണ്. പിന്നീട് അത് രാജാസ് ഫ്രീ സ്കൂൾ എന്നറിയപ്പെട്ടു. പിന്നീട് അത് മഹാരാജാസ് കോളേജായി മാറി. മറ്റൊരു രാജാവാണ് ആയില്യം തിരുനാളിന്റെ ഭരണകാലം. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അന്നത്തെ മദ്രാസ് മഹാരാജാസ് ഹൈസ്കൂൾ കോളേജ്. ഈ മഹാരാജാസ് ഹൈസ്കൂൾ അഥവാ കോളേജിനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത് ഒരു 1ാം ഗ്രേഡ് കോളേജാക്കി. ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം. അപ്പൊ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ് മുന്നത്തെ മഹാരാജാസ് കോളേജ്. ആ മഹാരാജാസ് കോളേജാണ് മുന്നത്തെ ആദ്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വാതി തിരുനാളിന്റെ കാലത്ത് നടപ്പിലാക്കാൻ വേണ്ടി ആരംഭിച്ച സ്കൂള്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ആയില്യം തിരുനാളിന്റെ ഭരണകാലം എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. ഓർക്കണേ, ആയില്യം തിരുനാൾ, പണ്ടാരപ്പാട്ട വിളംബരം. ലിപി പരിഷ്കരം സ്വാതി തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് പാർവതിബായി, പാർവതി പുത്തനാരൊക്കെ. അതേസമയം ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്ത് അടിമക്കച്ചവടം നിർത്തലാക്കുന്നു. മാർത്താണ്ഡവർമ്മ, നിങ്ങൾക്കറിയാം, മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം 1741 കുളച്ചൽ യുദ്ധം. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ എഴുതി നോക്കുക. ഇല്ലാത്ത പോയിന്റ് വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. തിരുവിതാംകൂറിലെ പുരോഗമനപരമായ ഭരണത്തിന് കൈസർ ഇ ഹിന്ദ് ബഹുമതി കിട്ടുന്നുണ്ട് ആയില്യം തിരുനാളിന്. 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പട്ടം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ഒരു ദിവാനാണ് ടി മാധവറാവു. ടി മാധവറാവുവിനെ ഓർത്തു വയ്ക്കുക. ടി മാധവറാവുവിന് ശേഷമുള്ള ദിവാനാണ് ശേഷയ്യ ശാസ്ത്രി. പണ്ടാരപ്പാട്ട് വിളംബരം എന്താണ്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. കർഷകരുടെ മാഗ്ന കാർട്ട 1865 ഈ വിളംബരം വഴി സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന്മാർക്ക് അവകാശം സ്ഥിരപ്പെടുത്തി നൽകി. ഇത് ഭൂവുടമാബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ചു. കർഷകർക്ക് ഭൂമിയുടെ മുകളിലുള്ള ഉടമസ്ഥാവകാശം കിട്ടുകയാണ് പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ. വലിയൊരു ഭൂപരിഷ്കരണമായിരുന്നു അത്. പണ്ടാരപ്പാട്ട വിളംബരം ആരുടെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്? ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിന്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ. ഇപ്പൊ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏതു ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണം ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരം, പാട്ടം വിളംബരം. അവിടെ കൊടുത്തിരുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്?
കൊല്ലം ചെങ്കോട്ട റെയിൽ ലൈൻ ആരംഭിച്ചു എന്നതാണ് തെറ്റായ പ്രസ്താവന. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. കൊല്ലം ചെങ്കോട്ട റെയിൽ ആരുടെ കാലത്ത് എന്നുള്ളത്. അപ്പൊ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്, പുനലൂർ തൂക്കുപാലം വരുന്നുണ്ട്, തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഒക്കെ തന്നെ ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഇത് കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾ ഇതിന്റെ നോട്ട് എടുക്കുക. ഇനി നമ്മുടെ പ്രോഗ്രാം വരുമ്പോൾ ഇത് പല ചോദ്യങ്ങളായി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരും. ഞാൻ പറഞ്ഞ ഒരു 15 days പ്രോഗ്രാം കേരള ഹിസ്റ്ററിക്ക് മൊത്തമായിട്ട്. ഇതിപ്പോ 10ാമത്തെ വീഡിയോ ആണ്. ഇനി ഒരു 6 വീഡിയോയും കൂടി കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കവർ ചെയ്യും. പിന്നീടും കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പിന്നീട് ഞാനത് ആഡ് ചെയ്യും മെല്ലെ മെല്ലെ. അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ കാലത്തെ വീഡിയോ പോയി നോക്കിയാൽ മതി. ഈ വീഡിയോ ക്ലാസ്സുകളിൽ നിന്നായി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ PSC ഹബ്ബ് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു 15 ദിവസത്തേക്ക് കേരള ഹിസ്റ്ററി മാത്രം പഠിക്കാനുള്ള ഒരു പ്രോഗ്രാം വരും. അപ്പോൾ അതിനനുബന്ധമായി ഒട്ടനവധി പരിപാടികളും പ്രോഗ്രാം വരും നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാതെ കയറുന്ന രീതി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് ടെലിഗ്രാം ചാനലിൽ ഇതൊക്കെ എങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇത് കേട്ട് ഞെട്ടണ്ട, ഓർമ്മയിൽ നിൽക്കാവുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ എടുത്ത് എഴുതുക, എന്നിട്ട് ഒരു ലിസ്റ്റിൽ എഴുതിയെടുക്കുക അറിയാത്ത കാര്യങ്ങൾ. എന്നിട്ട് വീണ്ടും കാണാതെ, എല്ലാം ഒരേ ദിവസം ചെയ്യരുത്, പിറ്റേ ദിവസം വീണ്ടും കാണാതെ എഴുതാൻ പറ്റുന്നോ നോക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഇത് പരിചയമായിട്ട് മാറും, കൺഫ്യൂഷൻ മാറും. ഇനി വിവിധ രംഗങ്ങളിലെ മാഗ്നാ കാർട്ടകൾ കൂടി നമുക്കൊന്ന് പറയാം. കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിന്റെ മാഗ്നാ കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട. കർഷകരുടെ മാഗ്നാ കാർട്ടയാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട 1865. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ കാർട്ട ചോദിച്ചിട്ടുണ്ട്, വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ കാർട്ട വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്നാ കാർട്ട 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇന്ത്യ ചരിത്രത്തിൽ നമ്മളത് പഠിക്കും. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ആ മാഗ്നാ കാർട്ടയുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരുന്നത്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാ കാർട്ട ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. 1956 ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രികയാണ് മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ട മാഗ്നാ കാർട്ട. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രികയാണ്. ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവാണ് ഇംഗ്ലണ്ടിൽ. 1215 ജൂൺ 15-നാണ്. ജൂൺ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ 6ാമത്തെ മാസമാണ്. ഇപ്പൊ 12 എന്നോർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ 15 ചേർത്താൽ 12, 6ന്റെ ഇരട്ടി 12. അപ്പോ ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രിക മാഗ്നാ കാർട്ട. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാ കാർട്ട ഉപഭോക്തൃ സംരക്ഷണ നിയമം 1956. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട. എന്നാൽ ഇന്ത്യൻ ജനതയുടെ മാഗ്നാ കാർട്ട 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ കാർട്ട വുഡ്സ് ഡെസ്പാച്ച്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട പണ്ടാരപ്പാട്ട വിളംബരം. കേരളത്തിന്റെ മാഗ്നാ കാർട്ട അഥവാ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം. മറന്നുപോകണ്ട. മറ്റൊന്നാണ് ആയില്യം തിരുനാൾ. നിയമ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഇനി കേരളത്തിലെ ചില സ്ഥാപനങ്ങളും നിർമ്മിതികളും നമുക്ക് നോക്കാം. ആയില്യം തിരുനാളിന്റെ കാലത്ത് ആദ്യത്തെ ജനറൽ ആശുപത്രി, ആദ്യത്തെ മാനസികാരോഗ്യ ആശുപത്രി, ആദ്യത്തെ സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം ആർട്സ് കോളേജ്, പുനലൂർ തൂക്കുപാലം, സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റ് രീതിയിലുള്ള ഉദ്യോഗസ്ഥ രീതികൾ ആരംഭിക്കുന്നത് ആരുടെ കാലത്താ നോക്കൂ. മുന്നത്തെ ക്ലാസ്, ഈ വീഡിയോന്റെ തന്നെ മുന്നത്തെ ഭാഗം നോക്കിയിട്ട്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് മന്ദിരമുണ്ട്, പുനലൂർ തൂക്കുപാലമുണ്ട്, ആർട്സ് കോളേജ് ഉണ്ട്, സെൻട്രൽ ജയിലുണ്ട്, മാനസിക രോഗാശുപത്രി ഉണ്ട്, കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി. ഇതെല്ലാം തന്നെ ആയില്യം തിരുനാളിന്റെ കാലത്ത് വന്ന കാര്യങ്ങളാണ് എന്നോർക്കുക. ജന്മി കുടിയാൻ വിളംബരം, പണ്ടാരപ്പാട്ട് വിളംബരം. ആ പണ്ടാരപ്പാട്ട് വിളംബരം ആരുടെ കാലത്താണ് ഓർമ്മയുണ്ടോ? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം ആരുടെ കാലത്താണ്? കൊല്ലം ഓർമ്മയുണ്ടോ? പണ്ടാരപ്പാട്ട വിളംബരം ആരുടെ കാലത്താണ് എന്നുള്ളത് ഓർമ്മയുണ്ടോ? പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിന്റെ കാലത്ത്. അതേ ആയില്യം തിരുനാളിന്റെ കാലത്ത് തന്നെയാണ് ഇവിടെ ജന്മി കുടിയാൻ വിളംബരം വരുന്നത്. ജന്മി കുടിയാൻ വിളംബരം. ഓക്കെ, ജന്മി കുടിയാൻ വിളംബരം വരുന്നുണ്ട്. ഇത്ര പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ട് ആയില്യം തിരുനാൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. പാഠപുസ്തക കമ്മിറ്റി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ആസ്പദമാക്കി
MC റോഡ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡുകളിലൊന്നായ മെയിൻ സെൻട്രൽ റോഡിന്റെ പണി പൂർത്തിയാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. MC റോഡ് പൂർത്തിയാകുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പ്രധാന ഭൂനിയമങ്ങൾ ഓർക്കുക. പണ്ടാരപ്പാട്ട വിളംബരം 1865 സർക്കാർ ഭൂമിയിലെ കുടിയാന്മാരുടെ അവകാശങ്ങൾ സ്ഥിരപ്പെടുത്തി. 1867 ജന്മി കുടിയാൻ വിളംബരം, കാണപ്പാട്ട വിളംബരം എന്നും അറിയപ്പെടുന്നു. ജന്മിമാരുടെയും കുടിയാന്മാരുടെയും ബന്ധങ്ങൾ നിയന്ത്രിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യപ്പെട്ടു. ഇത് പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1865, 1867 ആയില്യം തിരുനാൾ ഓർത്തുവെക്കുക. കൊച്ചിയുമായി ബന്ധപ്പെട്ട് കുടിയാൻ നിയമം വരുന്നത് 1915-ലും 1930-ലുമാണ്. കൊച്ചിയിലെ കുടിയാന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭൂവുടമ കുടിയാൻ ബന്ധങ്ങൾ നടപ്പിലാക്കാനും. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അല്ലേ? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. അതുകൂടാതെ തിരുവിതാംകൂർ സർവകലാശാല അദ്ദേഹത്തിന്റെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. അദ്ദേഹമാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ചാൻസലറും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആദ്യത്തെ പ്രോസ് ചാൻസലർ എന്ന് പറയുന്നത് മഹാറാണി സേതു പാർവതിഭായിയാണ്. ആദ്യത്തെ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യരാണ്. ആദ്യത്തെ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യർ, പ്രോ ചാൻസലർ മഹാറാണി സേതു പാർവതിഭായി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആദ്യ ചാൻസലർ. അദ്ദേഹത്തിന്റെ കാലത്താണ് കേരള സർവകലാശാല വരുന്നത്. 1937 സ്ഥാപനം നടത്തുന്നതും അദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യർ ശ്രീ ചിത്തിര തിരുനാളിന്റെ ഏറ്റവും പ്രമുഖനായിരുന്ന ദിവാനാണ്. 1936 ദിവാനാവുന്നത്. അന്ന് തന്നെയാണ് ആ വർഷം തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം. നിയമ ഉപദേഷ്ടാവ് 1931 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് CP രാമസ്വാമി അയ്യരെ തന്റെ നിയമ ഭരണഘടന ഉപദേഷ്ടാവായി സ്വീകരിച്ചിരുന്നു. തിരുവിതാംകൂർ, ബനാറസ്, അണ്ണാ സർവകലാശാല എന്നീ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ആയിരുന്നു CP രാമസ്വാമി അയ്യർ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. പത്ര രാജാക്കന്മാരെ കുറിച്ചൊക്കെ ഒരു ധാരണ വന്നില്ലേ? ചെറിയ കൺഫ്യൂഷൻ അവിടെ ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഒന്നുകൂടി കാണുക, നോട്ട് എടുക്കുക. അറിയാത്തത് ഓരോ ദിവസം ഒന്ന് ആദ്യം റിവൈൻഡ് ചെയ്ത് നോക്കുക, എനിക്ക് എത്ര അറിയുന്നു. ചിലതൊക്കെ തെറ്റിപ്പോയിണ്ടാവും. വീണ്ടും ആ നോട്ട് നോക്കി കറക്റ്റ് ചെയ്യുക. മെല്ലെ മെല്ലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറും. പിന്നെ നമ്മുടെ 15 days പ്രോഗ്രാം ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.